ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തിക്ക് ചായ ഇട്ട് കൊടുക്കാനായി അടുക്കളയിലേക്ക് വരികയാണ് മീനാക്ഷി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന മൈഥിലി പറയുകയാണ്, ചായ ഞാനിടാം, നീ വേണമെങ്കിൽ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇത് കേൾക്കുന്ന മീനാക്ഷി സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം കാർത്തിക്ക് വേണ്ടി ചായ ഇടുന്ന മൈഥിലി ചായയിൽ ഉപ്പ് കലക്കുകയാണ്. എൻ്റെ കാർത്തിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചായയല്ലേ, അവൻ ഇങ്ങനെയൊക്കെ കുടിച്ചാൽ മതിയെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. തുടർന്ന് കുഞ്ഞിനെ കൊണ്ട് മീനാക്ഷി അടുക്കളയിലേക്ക് വരുമ്പോൾ മൈഥിലി കുഞ്ഞിനെ വാങ്ങുകയാണ്. മീനാക്ഷി ചായയുമായി നേരെ കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചായ കുടിച്ചതിന് ശേഷം കാർത്തി ചോദിക്കുകയാണ്, ഇത് മൈഥിലി ഇട്ടതാണോ? അതെ, ഞാൻ കുഞ്ഞു കരഞ്ഞിട്ട് എടുക്കാൻ പോയിരുന്നെന്ന് മീനാക്ഷി പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് കാർത്തി ചായ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നിക്ക്, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. അപ്പോഴാണ് ചായ കഴിക്കുന്നത് മീനാക്ഷി അറിയുന്നത്. കാർത്തിയേട്ടൻ ഇത് എങ്ങനെ കുടിച്ചു, ഇപ്പൊ തന്നെ അവളോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് മീനാക്ഷി മൈഥിലിയോട് ദേഷ്യപ്പെടുകയാണ്. മീനാക്ഷി മൈഥിലിയെ തല്ലാനായി കൈയോങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് മൈഥിലി. ഇനിയെന്താ, നീ തല്ലുന്നില്ലേ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ഒന്നും മീനാക്ഷി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം നന്ദിനി അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അമ്മേ, നമുക്കൊക്കെ എന്താ ഇങ്ങനെയൊരു ഗതി വന്നതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, കാർത്തിയായിട്ട് വരുത്തി വെച്ചതല്ലേ, എല്ലാവർക്കും അനുഭവിക്കാം, അല്ലാതെ ഞാനിപ്പോൾ എന്തു പറയാനാണെന്ന് നന്ദിനി ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. രാമഭദ്രൻ ഇന്ദ്രജയെ വിളിക്കുന്നു. തൻ്റെ അവസ്ഥയും കാര്യങ്ങളുമെല്ലാം പറയുമ്പോൾ ഇന്ദ്രജ സഹായിക്കാമെന്ന് രാമഭദ്രനോട് പറയുന്നു. ഇത് കേൾക്കുന്ന രാമഭദ്രന് സന്തോഷമാവുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഇന്ദ്രജ പറയുകയാണ്, എനിക്ക് ഇയാളെ സഹായിക്കാനായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇയാൾ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം എനിക്കാണ്. അതുകൊണ്ട് ചെമ്പകമംഗലം എങ്ങനെയും തകർക്കാൻ വേണ്ടി ഇയാളെയും ഞാൻ കൂട്ടുപിടിച്ചിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ ചിരിക്കുമ്പോൾ വക്കീല് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ മേഡം ഒരു ചിരിയൊക്കെ? എനിക്കെപ്പോഴും സന്തോഷം തന്നെയല്ലേ വക്കീലെ എന്ന് ഇന്ദ്രജ പറയുകയാണ്. അതേസമയം ചെമ്പകമംഗലത്തിന്റെ ഉടവാളിന്റെ ഫോട്ടോ വക്കീല് ഇന്ദ്രജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന ഇന്ദ്രജ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. അത് എൻ്റെ ഫോണിലേക്കും കൂടി അയക്കാൻ ഇന്ദ്രജ പറയുമ്പോൾ വക്കീല് ഇന്ദ്രജയുടെ ഫോണിലേക്ക് അത് അയക്കുന്നു. അത് തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുകയാണ് ഇന്ദ്രജ. തുടർന്ന് ഇന്ദ്രജ ആ ഫോട്ടോ വൈശാഖിന്റെ ഫോണിലേക്ക് അയച്ച് വൈശാഖിനെ വിളിക്കുന്നു. ഇന്ദ്രജി, ഞാൻ ഫോട്ടോ കണ്ടു, കണ്ണ് തള്ളി ഞാനിവിടെ നിൽക്കുകയാണെന്ന് വൈശാഖ് പറയുമ്പോൾ, എന്നാൽ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ ഇന്ദ്രജ പറയുന്നു. പിന്നെ വൈശാഖെ, മറ്റൊരു കാര്യം കൂടി, വാളിന്റെ ഡിസൈൻ ഇപ്പോൾ നിനക്ക് കിട്ടിയല്ലോ, ആ രൂപത്തിൽ ഒരു ചെമ്പിന്റെ വാള് എത്രയും പെട്ടെന്ന് നീ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ചെമ്പകമംഗലത്തെ വാളുമായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം. അതെല്ലാം ചെയ്യേണ്ടത് നിന്റെ ഭാര്യയാണ്. അതിന് ഇന്ദ്രജി, അറയുടെ താക്കോല് കിട്ടിയാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനല്ലേടാ നിന്റെ ഭാര്യയെ നമ്മൾ അവിടെ നിർത്തിയിരിക്കുന്നത്. ശരി ഇന്ദ്രജി എന്ന് പറഞ്ഞ് വൈശാഖ് കോള് കട്ട് ചെയ്യുമ്പോൾ ഇന്ദ്രജയോട് വക്കീല് പറയുകയാണ്, അതേ മേഡം, ആ ഡിസൈൻ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പണിയായാൽ എനിക്കാകും പണി കിട്ടുന്നത്. എൻ്റെ വക്കീലെ, താൻ വിഷമിക്കാതെ, തനിക്കിതിനുള്ള വിഹിതം ഞാൻ തന്നിരിക്കും. ഇത് കേൾക്കുന്ന വക്കീല് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണുന്ന ഇന്ദ്രജ മനസ്സിൽ പറയുകയാണ്, സൂത്രശാലിയായ കുറുക്കനാണിവൻ, ഇവൻ എന്താണെങ്കിലും നന്നായി തന്നെ സൂക്ഷിക്കണം. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിയും രാജലക്ഷ്മി അമ്മയും കൂടി സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ രാമഭദ്രന്റെ പ്രശ്നമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ, പ്രശ്നമെല്ലാം തീർന്നപ്പോഴാണോ അമ്മയ്ക്ക് ചോദിക്കാൻ കണ്ടതെന്ന് സാവിത്രി ചോദിക്കുന്നു. നീ ആദ്യം കാര്യം പറയേണ്ട സാവിത്രി എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ, ബിസിനസ് ആകുമ്പോൾ ഉയർച്ചയും തകർച്ചയും ഒക്കെ കാണുമല്ലോ, അങ്ങനെ വന്നതാണെന്ന് സാവിത്രി പറയുകയാണ്. എന്താണെങ്കിലും അമ്മയുടെ സഹായം ഇനി വേണ്ട, രാമേട്ടനെ സഹായിക്കാനുള്ള ആള് വന്നെത്തിയിട്ടുണ്ട്, കൂടാതെ രാമേട്ടനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങളെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു. അല്ലെങ്കിലും നിങ്ങളെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എനിക്കൊരാവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അമ്മയുടെ നേരെ തട്ടിക്കയറുകയാണ് സാവിത്രി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.